പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ പരിശീലകനായ ഇവാൻ മുക്കമനോവിച്ചിന്റെ മുഖം ഇതുവരെയായിട്ടും ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ മനസ്സിൽ നിന്നും മാഞ്ഞിട്ടില്ല. കാരണം ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ ഇത്രത്തോളം സ്നേഹിച്ച ഒരു പരിശീലകനും ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇതുവരെ വന്നിട്ടില്ല. അത്രത്തോളം പ്രിയപ്പെട്ടവനായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഇവാൻ മുക്കമനോവിച്ച്. എന്തായാലും കഴിഞ്ഞ സീസൺ കഴിഞ്ഞതോടുകൂടി ഇവാൻ മുക്കമനോവിച്ചിന് ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പടിയിറങ്ങേണ്ടി വന്നു. തുടർച്ചയായ മൂന്നാം സീസണിലും ബ്ലാസ്റ്റേഴ്സിനെ പ്ലേ ഓഫിലേക്ക് എത്തിക്കാൻ സാധിച്ചിരുന്നു. അതുപോലെ തന്നെ ഒരു സീസണിൽ അദ്ദേഹത്തിന് ബ്ലാസ്റ്റേഴ്സിനെ ഫൈനലിലേക്കും എത്തിക്കാൻ സാധിച്ചു. എന്നാൽ കിരീടം നേടിക്കൊടുക്കാൻ മാത്രം ആ 3 സീസണുകളിലും ഇവാന് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഇവാനെ ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കിയത്. എന്നാൽ ഇവാൻ മുക്കമനോവിച്ചിന് പകരമായി തന്ത്രജ്ഞനായ മിഖായേൽ സ്റ്റാറെ എന്ന് പറയുന്ന ഒരു സൂപ്പർ പരിശീലകനെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നു. എന്നാൽ മിഖായേൽ സ്റ്റാറയ്ക്ക് മികച്ച തുടക്കമായിരുന്നില്ല ബ്ലാസ്റ്റേഴ്സിൽ ഈ സീസണിൽ ലഭിച്ചത്. ആദ്യ മത്സരം തന്നെ കൊച്ചിയിൽ വെച്ച് ഹോം മത്സരത്തിൽ തന്നെ പരാജയം ഏറ്റുവാങ്ങി. പിന്നീട് അവസാനം 3 മത്സരം എടുത്താൽ ബ്ലാസ്റ്റേഴ്സിന് 3ലും പരാജയമാണ്. അതിൽ ബംഗളൂരുവിനോട് ഹോം മത്സരത്തിൽ 3-1 തോറ്റു. അതുപോലെ തന്നെ മുംബൈയോട് എവേ മത്സരത്തിൽ 4-2 തോറ്റു. ഇപ്പോൾ ഹൈദരാബാദിനോട് അവസാന മത്സരത്തിൽ ഹോം മത്സരത്തിൽ തന്നെ 2-1 പരാജയപ്പെട്ടു. അങ്ങനെ ഇപ്പോൾ ദയനീയമായ അവസ്ഥയിലൂടെയാണ് ബ്ലാസ്റ്റേഴ്സ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ മിഖായേൽ സ്റ്റാറെ പുറത്താക്കിക്കൊണ്ട് ഇവാൻ മുക്കമനോവിച്ചിനെ കൊണ്ടുവരണമെന്നാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇപ്പോൾ ഉച്ചത്തിൽ പറയുന്നത്. എന്തായാലും അത് നടക്കുമോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും. എന്തായാലും ഇവാൻ മുക്കമനോവിച്ച് കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ നവംബർ മാസത്തിൻ്റെ പകുതിയായപ്പോൾ ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് ടേബിളിൽ 17 പോയിന്റുമായി 2ാം സ്ഥാനത്തായിരുന്നു. എന്നാൽ ഇപ്പോഴാകട്ടെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നിലവിലുള്ളത് 8 മത്സരങ്ങൾ കളിച്ചപ്പോൾ 8 പോയിന്റുമായി ബ്ലാസ്റ്റേഴ്സ് 10ാം സ്ഥാനത്താണ്. അത്രയും ദയനീയമായ അവസ്ഥയിലേക്ക് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പോയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഇവാൻ മുക്കമനോവിച്ചിനോട് ഒരു ഇൻ്റർവ്യൂവിൽ ചോദിക്കുകയാണ്, ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനാവാൻ ഇനിയൊരു അവസരം കിട്ടിയാൽ ആകുമോ എന്നുള്ളതായിരുന്നു ചോദ്യം. എന്നാൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: തീർച്ചയായും ഞാൻ ഇനിയും ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനാവാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് അത്രത്തോളം പ്രിയപ്പെട്ടതാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരും ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമും. കേരള ബ്ലാസ്റ്റേഴ്സ് ഇനിയും എന്നെ സമീപിച്ചാൽ ഞാൻ ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനാവാൻ തയ്യാറാണ്. എന്നാൽ അത് ഇപ്പോൾ സംഭവിക്കുമോ എന്നത് എനിക്കറിയില്ല. എന്നാൽ എന്തെങ്കിലും ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനാവാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം ഇപ്പോൾ തുറന്നു പറയുന്നത്. അതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെയും ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിനെയും അദ്ദേഹം ഇതുവരെയും മറന്നിട്ടില്ല. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനാവാൻ ഇനിയൊരു അവസരം കിട്ടിയാൽ തീർച്ചയായും അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനാകും എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഇവാൻ മുക്കമനോവിച്ച് തുറന്നു പറയുന്നത്.